കുറച്ച് നാളുകൾ മുമ്പ് ഒരു സായിപ്പ് അമേരിക്കയിൽ നിന്ന് കേരളം കാണാൻ വന്നു. കേരളമൊക്കെ കണ്ടിട്ട് അദ്ദേഹം കേരളത്തിലൂടെ വളരെ ദൂരം യാത്ര ചെയ്തു. വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എന്നിട്ട് കൂട്ടത്തിലുള്ള ഗൈഡിനോടും എല്ലാവരോടും പറഞ്ഞു, ഫാൻറ്റാസ്റ്റിക്, സൂപ്പർ, എക്സലൻറ്റ്, ബ്യൂട്ടിഫുൾ. റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയോടും പറഞ്ഞു, കൊള്ളാം, നിങ്ങളുടെ നാട് ഭയങ്കര വികസനമായി, ഏതോ യൂറോപ്യൻ രാജ്യം പോലെയുണ്ട്, റോഡുകളൊക്കെ എത്ര വികസിക്കുമെന്ന് ഞാൻ ഓർത്തതേയില്ല, പഴയ രീതിയാണെന്നാണ് ഓർത്തത്. ഏതായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലും ചെന്ന് പറഞ്ഞു, കൊള്ളാം, കേരളം കാണുമ്പോൾ നിങ്ങൾ കാണണം, റോഡുകളൊക്കെ ഭയങ്കര വികസനമാണ്, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ, അല്ലെങ്കിൽ കേരളമാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല, കേരളത്തിലെ അത്ര വികസിക്കുമെന്ന് ഞാൻ ഓർത്തിട്ടേ ഇല്ല, നിങ്ങളൊക്കെ പോയി കാണണം. പക്ഷേ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം വന്നത് ഇടുക്കി ജില്ലയിലെ നമ്മുടെ ഉടുമ്പൻചോല താലൂക്കിലെ റോഡുകളിൽ കൂടെയാണ്. ഉടുമ്പൻചോല താലൂക്ക് അദ്ദേഹത്തിന് അറിയത്തില്ല ഇടുക്കിയിലെ ഇത്ര വിപുലമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ മറ്റു റോഡുകളൊക്കെ ഉണ്ടെന്നുള്ളത്. മറ്റു റോഡുകളൊക്കെ നല്ലതുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം വന്ന നിലയ്ക്കിന് ഭാഗ്യത്തിന് ഇതിലൂടെയാണ്, ഉടുമ്പൻചോല താലൂക്കിൽ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെ റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു പറഞ്ഞു, മണിയാശാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും ഈ റോഡുകളൊക്കെ ഉണ്ടാക്കിയതും ഇത്ര മനോഹരമാക്കിയതും മണിയാശാൻ്റെ കഴിവാണ്. അദ്ദേഹം എം എൽ എ ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഏതായാലും നാടിന് വേണ്ടി അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് ഞാൻ രാഷ്ട്രീയം പറയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മുടെ മണിയാശാനെ പൊക്കി പറയുമോ ഒന്നുമല്ല. കാരണം ഗ്ലാമറുള്ള ഒത്തിരി മന്ത്രിമാരും ഒത്തിരി എം എൽ എമാരൊക്കെ നമുക്കുണ്ട്. ആ നാടിന് വേണ്ടി എന്തൊക്കെ അവർക്ക് ചെയ്തിട്ടുള്ളതെന്നൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. വീണ്ടും 5 വർഷം കഴിയുമ്പോൾ ജനങ്ങളുടെ അടുത്ത് പോയി കുനിഞ്ഞ് നിൽക്കേണ്ടതെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണ്ടതുമാണ്, എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടതുമാണ്. ഈ സാഹിബിനെ അതേസമയം ഉടുമ്പൻചോല താലൂക്കിലല്ലാതെ ഇടുക്കി താലൂക്കിൽ വന്നായിരുന്നെങ്കിൽ, ഇടുക്കി നിയോജകമണ്ഡലത്തിൽ വന്നായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ ചെന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ഗേറ്റിന് അടി കിട്ടിയാൽ അത് വേറെ കാര്യം. അമേരിക്കയിൽ ചെന്ന് പറഞ്ഞാൽ അവന്മാരെല്ലാം കൂടെ എന്നെ പാതാളത്തിലുള്ള വഴിയിൽ കൊല്ലാനായിട്ട് കൊണ്ടുപോയി, നിങ്ങളൊരു കാരണവശാലും കേരളത്തോട്ട് പോയേക്കരുത്, പാതാളം എന്ന് പറയുന്ന സംഭവമുണ്ട് കേരളത്തിൽ, അതിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലാനെ പാതാളത്തോട്ട് വിടാനാണ് കൊണ്ടുപോയത്, ഒരു കാരണവശാലും നിങ്ങൾ കേരളത്തോട്ട് പോയേക്കരുതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നല്ല ഭാഷയിൽ വർത്തമാനം കിട്ടിയാനെ, നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ട് പോയാനെ. ഏതായാലും ഈ സംഭവം ഞാനിത് പറയാൻ കാരണം കണ്ടോ, ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലൂടെയാണ്. എത്ര മനോഹരമാണെന്നറിയാം റോഡ്, കുഴികൾ സൈഡ് കുഴിയില്ല, ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര വർഷമായിട്ട് പണിതിട്ട് ഒരു പോക്കറ്റ് റോഡുകൾ പോലും എത്ര മനോഹരമാണ്. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഇലക്ഷൻ ടൈമിൽ എന്നെ പോഴ്ത്തിയിട്ട് അല്ലെങ്കിൽ മണിയാശാനെ പോഴ്ത്തിയിട്ട് എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടെന്നൊന്നും ഓർക്കരുത്. ഉള്ള കാര്യം സത്യമായിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ സഞ്ചരിച്ച് നോക്കണം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ടൂർ പോകുന്നവരൊക്കെ അതിലേക്കൊക്കെ ഒന്ന് പോകണം, ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലോട്ട് പോകണം. മണിയാശാനെക്കുറിച്ച് അവിടെ ചെന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് അടിക്കും. നാട്ടുകാരെന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ടിയൊന്നുമില്ല, കാരണം നാടിന് നല്ലത് ചെയ്തവരെ പാർട്ടി നോക്കില്ല. അതേസമയം ഇടുക്കി ജില്ലയിലെ ഇടുക്കി നിയോജകമണ്ഡലത്തോട് നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ജീവനോടെ തിരിച്ചു വന്നാൽ ഭാഗ്യം. റോഡുകളൊക്കെ സ്റ്റേറ്റ് ഹൈവേ, ഇപ്പോൾ ഇത് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ ആലപ്പുഴ മതിൽ സ്റ്റേറ്റ് ഹൈവേയുടെ മുരിക്കാശ്ശേരിയിൽ നിന്ന് പെരിഞ്ഞാങ്കോട്ട് റോഡിലേക്ക് പോകുന്നുണ്ട്. പെരിഞ്ഞാങ്കോട്ട് വഴിയിൽ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൈഡിലെന്ന് പറഞ്ഞാൽ 1-2 അടി ടാറിങ് വിട്ട് 2 അടി താഴ്ചയിലാണ് ഒരു കുഴികൾ നിൽക്കുന്നത്. ഒരു ബൈക്കോ ഒരു വണ്ടി വരുമ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് ചാടി കഴിഞ്ഞാണല്ലോ, അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടക്കം വെച്ചാൽ മതി, അടക്കം ഓടിയാൽ മതി, അവൻ ജീവനോടെ തിരിച്ചു വരും എന്നുള്ളതിന് ഒരർപ്പവുമില്ല. സൈഡിലൊക്കെ ആണെങ്കിൽ കാടും വളർന്ന് 2 സൈഡിൽ റോഡിൻ്റെ സൈഡിലിട്ട് വണ്ടിക്ക് സൈഡ് പോകാനോ കൊടുക്കാനോ നടന്നു പോകാനോ സൗകര്യമില്ല. ഉദ്യോഗസ്ഥന്മാരൊക്കെ മിക്കവാറും ഇതിലൂടെ പോകുന്നതാണോ, ഉദ്യോഗസ്ഥന്മാരുണ്ട്, നമ്മുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ പോകുന്നതാണ്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഈ വഴിയോടെ പോകുമ്പോൾ ഈ സൈഡിലെ കാടും വെട്ടിച്ച് ഈ റോഡിൻ്റെ സൈഡിൽ വലിയ കുഴികളോടെ മണ്ണ് വിട്ട് ചെയ്യാനായിട്ട്. അതല്ല, ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ആരും ചോദിക്കാമെന്നറിയാം, ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാനും പറയാനും ആരുമില്ല ഇപ്പോൾ. പക്ഷേ ജനങ്ങൾ, ഞാൻ പറയുന്നതെന്നറിയാമോ, ജനങ്ങളതെല്ലാം ആലോചിക്കണം. ജനങ്ങളുടെ മുമ്പിൽ ഇതിനെല്ലാം കണക്ക് പറയേണ്ട ദിവസം വരും. ആരും വെറുതെ വിടുമെന്ന് ഓർക്കരുത്. 5 വർഷത്തെ അമർഷങ്ങളും എല്ലാം നല്ലത് ചെയ്തവരെ തീർച്ചയായിട്ടും ജനം സ്വീകരിക്കും, 2 കൈ നീട്ടി സ്വീകരിക്കും. അവർ വോട്ട് പോലും ചോദിക്കണമെന്നില്ല, അവർ പേര് പറഞ്ഞാൽ പോലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ കാണണം കേട്ടോ, ഓരോ കുഴികൾ കാണണം. ഇനി വരുന്ന ഭരണാധികാരികളെയെങ്കിലും നമ്മൾ ജനങ്ങളെ പണിയിപ്പിക്കണം. ജനങ്ങൾ പണിയിക്കണം. ജനങ്ങൾ നോക്കി എന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഭരിച്ചിട്ട് പോവുള്ളൂ, കിട്ടുന്ന വാരി എടുത്തുകൊണ്ട് പോവുള്ളൂ. അപ്പോൾ ജനങ്ങളെ വേണം ഇവരെ പണിയിപ്പിക്കാനായിട്ട്. റോഡൊക്കെ പണിയുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് അതിൻ്റേതായ പെർമിഷനൊക്കെ എടുത്ത് നടപടി, അത് വിവരാവകാശം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എളുപ്പമുണ്ട്. അതിൻ്റെ എഗ്രിമെൻറ്റ് എന്നാന്ന് എടുത്തിട്ട് എഗ്രിമെൻറ്റിൻ്റെ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്ത് എഗ്രിമെൻറ്റ് പ്രകാരം എങ്ങനെയാണ് പണിയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. കാരണം അവർ ബില്ലും മാറി എല്ലാ പാർട്ടിക്കാർക്കും വീതം കൊടുക്കുന്നുണ്ട്, പാർട്ടിക്കാരും എതിർക്കില്ല, പിന്നെ ചെയ്യേണ്ട നാട്ടുകാരാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് മണിയാശാനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ അല്ല, മറിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ ഇടുക്കി റോഡുകളിലുണ്ട്. ഇടുക്കി നിയോജകമണ്ഡലത്തിലെ റോഡുകൾ യാത്ര ചെയ്താൽ പിന്നെ 2 ദിവസം റെസ്റ്റ് എടുക്കണം. അത്ര ബുദ്ധിമുട്ടല്ല. നമുക്ക് എല്ലാവർക്കും കാറും മറ്റേ ബെൻസ് കാറ് അതുപോലെ ഒന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ ബൈക്കിലോ സ്കൂട്ടിയിലൊക്കെ ആയിരിക്കും പോകുന്നത്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കണ്ടു, സ്കൂട്ടിക്ക് അടിയിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുക, എക്സ്ട്രാ ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്തേക്കുക, ഇല്ല നടുവേദനയാണെന്ന് പറഞ്ഞു റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊന്നും എല്ലാവർക്കും പ്രായോഗികമല്ല. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതെന്താണ് ചെയ്യേണ്ടത്. നാട്ടുകാരെല്ലാവരും കൂടെ കൂടുക, എല്ലാവരും കൂടെ കൂടുക. പാർട്ടിക്കാർ ഭരിക്കുന്ന പാർട്ടിക്കാർ അവരുടെ നേതാക്കന്മാരെ കൊണ്ട് ചെയ്യിക്കാൻ ബാധ്യതയുണ്ട്. നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് നല്ല രീതിയിൽ ചെയ്യണം. അത് ഈ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് ഞാനത് പറയാൻ വീണ്ടും പറയാൻ കാരണം എന്നാ വെച്ചെന്നാൽ, ഇനിയെങ്കിലും ഇതെല്ലാം ചെയ്യിക്കാൻ താല്പര്യമുള്ള, ചെയ്യാൻ മനസ്സുള്ളവരെ മാത്രമേ സീറ്റ് കൊടുത്ത് നിർത്താവുള്ളൂ. നാട്ടുകാരെ ഭരിച്ചിട്ട് പോയിട്ട് ഇതുണ്ട് ഒരു കുഴിയുണ്ടോ, ഇതൊക്കെ എന്ത് കഷ്ടമാണെന്ന് ഓർത്തേക്ക് റോട്ടിൽ നാട്ടുകാർ പോകുന്നതാണ്. വീഡിയോ ഞാൻ വേറെ ഉദ്ദേശത്തിലല്ല ഇതിട്ടത്, എൻ്റെ ആ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അതുപോലെ എല്ലാ ബ്ലോഗർമാർ, ഈ വീഡിയോ കാണുന്ന എല്ലാ ബ്ലോഗർമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും നാടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ യാത്രയിൽ കാണുന്നതെല്ലാം എടുത്ത് വീഡിയോ ഇടണം. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു സംരക്ഷണം, നിയമത്തിൻ്റെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത് ഇടുക. റോഡുകൾ നന്നാക്കണം, കാണുന്ന എന്താണോ അപകട സാധ്യതകളുണ്ടെങ്കിൽ അതെടുത്തിടണം. എന്തെങ്കിലും പ്രശ്നമുണ്ട് അതെല്ലാം എടുത്ത് നമ്മൾ വീഡിയോ ഇടണം. നിങ്ങൾക്ക് ബ്ലോഗർ എന്നുള്ള നിലയിൽ ഒത്തിരി കാര്യങ്ങൾ, യൂട്യൂബർ ബ്ലോഗർ എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ നാട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഒരു പഞ്ചായത്ത് മെമ്പർക്കെന്ന് പറഞ്ഞാൽ ആ വാർഡിൽ ജയിച്ചു വരുന്ന വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രസിഡൻറ്റിൻ്റെ ഇരിക്കുന്ന ഭാഗത്ത് വേണ്ടി. നമുക്കതല്ല, നമുക്ക് എല്ലായിടത്തും ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും പഞ്ചായത്ത് ഭരിക്കുന്നതും അല്ലെങ്കിൽ അധികാരികളൊക്കെ. പക്ഷെ അത് നോക്കരുത്, നമുക്ക് നാടാണ് മുഖ്യം. നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കണം. നമ്മൾ വേറെ ആരെയും നോക്കരുത്. ന്യായമായ കാര്യങ്ങൾ അധികാരികളുടെ എത്തിക്കുക. കാണുന്നതെല്ലാം, അതായത് അപകട സാധ്യതകളെല്ലാം കാണുന്നതല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് അത് മോശമായ അധികാരികൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാവാം, ആരും ശ്രദ്ധിക്കാത്തതാവാം. അത് നമ്മളിലൂടെ ലോകം അറിയട്ടെ. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇന്ന് ഇത്രയും വിപുലമായപ്പോൾ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായത് സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാണ്. സോഷ്യൽ മീഡിയ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും നമ്മളിടുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ നാണക്കേട് തോന്നിയിട്ടെങ്കിലും കുറച്ചെങ്കിലും ഭാഗങ്ങൾ നന്നാക്കാനും അല്ലെ കുറച്ചെങ്കിലും നമ്മുടെ പരാതികൾ പരിഹരിക്കാനും അധികാരികൾ തയ്യാറാകണം. അതിന് നിങ്ങളുടെ സഹകരണമാണ് ഇനിയിപ്പോൾ വേണ്ടത്. എല്ലാ വ്ളോഗർമാരെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ ബോധവാന്മാരാകണം. നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ ചെറിയ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. എങ്കിലും അപകടങ്ങളിൽ നിന്ന് ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ നോക്കിയാൽ പറ്റും. നന്ദി, നമസ്കാരം.